നവമാധ്യമങ്ങൾക്കും OTTക്കും കടിഞ്ഞാൺ വീഴുമോ? ഇവയുടെ ഭാവി എന്ത്? ഇത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനു മേലുള്ള കടന്നുകയറ്റമോ? ഇത്തരം ചോദ്യങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ ബ്രോഡ്കാസ്റ്റ് ബില്ലിന്റെ കരട് പിൻവലിച്ച് കേന്ദ്ര സർക്കാർ. കരട് കൈവശമുള്ള എല്ലാ കക്ഷികളോടും കേന്ദ്ര സർക്കാരിനെ തിരിച്ചയക്കാൻ കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയം ആവശ്യപ്പെട്ടു. ബില്ലിന്റെ കരട് കേന്ദ്രം അയച്ചത് ബ്രോഡ്കാസ്റ്റർമാർ, അസോസിയേഷനുകൾ, സ്ട്രീമിംഗ് സർവീസ് കമ്പനികൾ, പ്രധാന ടെക് കമ്പനികൾ എന്നിവർക്കാണ്. ഇനി എന്താണ് ബ്രോഡ്കാസ്റ്റിംഗ് ബില്ലെന്ന് നോക്കാം. 1995 ടെലിവിഷൻ നെറ്റ്വർക്ക് നിയമത്തിന് പകരമായാണ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസസ് റെഗുലേഷൻ ബില്ല് അവതരിപ്പിക്കാൻ കേന്ദ്രം ഒരുങ്ങിയത്. കണ്ടന്റ് നിർമ്മാതാക്കളെ ഡിജിറ്റൽ ന്യൂസ് ബ്രോഡ്കാസ്റ്റേഴ്സ് എന്നാണ് ബില്ലിൽ നിർവചിക്കുന്നത്. അതായത് ഡിജിറ്റൽ മാധ്യമങ്ങൾ നിർമ്മിക്കുന്ന വീഡിയോകളും വാർത്തകളും കേന്ദ്രം നിയമിക്കുന്ന സമിതിയുടെ അനുവാദമില്ലാതെ പബ്ലിഷ് ചെയ്യാനാകില്ല. മാത്രമല്ല, ഫോളോവേഴ്സിന്റെ എണ്ണം നിശ്ചിത പരിധിയിൽ കവിഞ്ഞാൽ കണ്ടന്റ് നിർമ്മാതാക്കൾ 1 മാസത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്യുകയും നിയമങ്ങൾ പാലിക്കുകയും വേണം. നിയമങ്ങൾ പാലിച്ചില്ലെങ്കിൽ ശിക്ഷയുണ്ടാകും. ഗുരുതര കുറ്റങ്ങൾക്ക് തടവ് ശിക്ഷ വരെ. ഈ ബില്ലാണ് ഇപ്പോൾ പിൻവലിച്ചിരിക്കുന്നത്. എന്താണ് പിൻവലിക്കാനുള്ള കാരണമെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല. കേന്ദ്രത്തിന്റെ അടുത്ത നീക്കം എന്താണെന്ന് കണ്ടു തന്നെ അറിയാം.